അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. പ്രാർത്ഥന പോണ പോക്കു പരമാത്മാവ് മാത്രമാണുള്ളൂ. പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ആ പരമാത്മാവിനോട് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, സംബോധന ചെയ്യാണ്. അല്ലയോ പരമാത്മാവേ, എനിക്ക് എന്ത് അനുഗ്രഹമാണ് തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊന്നും വേണ്ട. മറ്റുള്ളവർ പറയണ പോലെ ലോട്ടറി അടിക്കണം എന്നോ കല്യാണം നടക്കണം എന്നോ കുട്ടികൾ ഉണ്ടാവണം എന്നോ വീട് വെക്കണം എന്നോ ഒന്നും ആഗ്രഹമില്ല. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നത്, ഇടവിടാതെയുള്ള ധ്യാനം. ഇടവിടാതെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കുക എന്നല്ല. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്നെ മറന്ന് ഒരു ജീവിതം എനിക്കില്ലാതിരിക്കട്ടെ. ഗുരുവിനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവൻ ധ്യാനത്തിൽ തന്നെയാണ്. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് ബോധാനന്ദ സ്വാമികൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് പറയുന്നത് ഓരോരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളിലൊക്കെ ഗുരുദേവ സ്മരണ ഉണ്ടായിരിക്കുക എന്ന ഭാവമാണ്. അതാണ് ഏറ്റവും വലിയ ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരു ഇതൊരു വലിയ യോഗ്യതയാണ് എന്ന് പറഞ്ഞത്. എന്ത്? എപ്പോഴും ഈ പരമാത്മാവിനെ ഓർക്കുക, ഇടതടവില്ലാതെ ഓർക്കുക. കാരണം എന്താണ്? സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവനാണ്, സകല പാപങ്ങളെയും വറുത്തു കളയുന്നവനാണ്. നിന്നെ ഓർത്ത എന്താ ഗുണം? എൻ്റെ സകല പാപവും നഷ്ടപ്പെടും, എൻ്റെ സകല പാപങ്ങൾ നശിച്ചു പോവും. പാപം എന്ന് പറഞ്ഞാൽ ദുഃഖം. എൻ്റെ സകല ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവും നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ. എൻ്റെ സകല ദുഃഖങ്ങളും വറുത്ത് കളഞ്ഞ പോലെ. വറുത്ത് കളഞ്ഞ് എന്ത് പറ്റും? വറുത്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിത്തെടുത്ത് നമ്മൾ മുറ്റത്തേക്ക് ഇടുകയാണെങ്കിൽ 2 വേനൽ മഴ അടുപ്പിച്ച് കിട്ടി അത് മുളയ്ക്കും. പക്ഷെ വറുത്ത വിത്താണ് മുറ്റത്തേക്ക് ഇടണമെങ്കിലോ എത്ര മഴ കിട്ടിയാലും അത് മുളയ്ക്കില്ല. ഇപ്പൊ ദുഃഖം വറുത്ത വിത്ത് പോലെയാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാരണവശാലും ഏത് പ്രതിസന്ധിയിലും പിന്നെ ചെന്നുപെട്ടാലും അത് മുളയ്ക്കില്ല. ദുഃഖത്തിന്റെ മുള പിന്നീട് വരില്ല. മുള തന്നെ വരാത്ത വിധത്തില് ദുഃഖം ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഗുരുദേവ കൃതികൾ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു അർത്ഥബോധങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിചാരം ചെയ്തിട്ട് വേണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഈ അർത്ഥത്തിലേക്ക് ശ്രദ്ധ പോകാതെ നമ്മൾ പാരായണം നടത്തിക്കൊണ്ടിരുന്നാൽ പാരായണം ഒരു വഴിക്ക് നടക്കും, വിചാരം വേറൊരു വഴിക്ക് നടക്കും. ചില ആളുകൾ പറയും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴല്ലാതെ ഓർമ്മ വരിക, അന്ന് നടന്നതും നാളെ നടക്കാൻ പോണതും ഇന്നലെ നടന്നതും ഒക്കെ ഓർക്കണത് ദൈവദശകം ചൊല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ശിവപ്രസാദ പഞ്ചകം ചൊല്ലുമ്പോഴാണ്. 3-4 പ്രാർത്ഥന എന്നും കൃത്യമായിട്ട് ചൊല്ലിക്കഴിയുമ്പോഴാണ് ഓർക്കുക ആ തീർന്നായിരുന്നു. നമുക്ക് തന്നെ അറിയില്ല ഇത് തീർന്നോ, എവിടെ എത്തി. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഒരു അധര വ്യായാമം നടന്നുകൊണ്ടിരുന്നോളും. നമ്മൾ മനസ്സ് കൊടുത്തില്ലേ. കാണാതെ അറിയുന്ന പ്രാർത്ഥനകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നോക്കി വായിക്കുകയാണെങ്കിൽ അതിലെങ്കിലും ശ്രദ്ധിക്കും. പുതിയത് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ചെന്നിട്ട് നിങ്ങൾ ഷൺമുഖ ദശകം എന്നൊരു കൃതി നോക്കി വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ ദൈവദശകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നോളും, ഈ മോട്ടറിന് സ്വിച്ച് ഇട്ട് ഓണാവണ പോലെ. അപ്പൊ എന്ത് പറ്റും? അവിടെ നിന്ന് മനസ്സൊക്കെ പോയി, മനസ്സൊക്കെ വേറൊരു ലോകത്ത് സഞ്ചരിച്ച് ദൈവദശകം അതിൻ്റെ വഴിക്കും, മനസ്സിൻ്റെ വഴിക്കും, വാക്കിൻ്റെ വഴിക്കും ഒക്കെ നാനാജാതി വഴിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്ന് അവസാനം പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ അനുഭൂതിയുടെ അല്പം പോലും കിട്ടാതെ എണീറ്റ് വരും. എന്നിട്ട് നമ്മൾ പറയും എന്നും പ്രാർത്ഥിക്കണുണ്ട്, ഒരു കാര്യമില്ല. എങ്ങനെ കാര്യം ഉണ്ടാവും നമുക്ക്? ആ ഇത്തിരി സമയം പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിപൂർണമായി ഏകാഗ്രതയോടെ സമർപ്പിത ബുദ്ധിയോടെ അതിൻ്റെ ആശയത്തെ കൊണ്ടുകൊണ്ട് പറയാത്തതുകൊണ്ടാണ്. എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിച്ച് വറുത്ത് കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് അങ്ങനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ ബുദ്ധി കെട്ടുപോവില്ല. ആ അമ്മയ്ക്ക് ഏത് സന്ദർഭത്തിൽ ഏത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് അറിയാം. കാരണം ബുദ്ധിക്ക് തെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ബുദ്ധി ഒരാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നാക്ക് വളച്ച് വേറെ എന്തെങ്കിലും പറയാൻ തോന്നിയാലും വേണ്ട, ഇപ്പൊ വേണ്ട എന്ന് വിഴുങ്ങാൻ പറ്റുന്നത് ഈ സദ്ബുദ്ധി ഉണരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ കോലതീരേശസ്തവം പോലുള്ള കൃതികളിലൊക്കെ ഗുരു അത് പ്രാർത്ഥന പോലെ ചോദിക്കുന്നുണ്ട്. ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതെ ബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനീക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. എൻ്റെ കണ്ണും എൻ്റെ നാക്കും എൻ്റെ മൂക്കും എൻ്റെ ത്വക്കും ഒക്കെ ഓരോ വിഷയങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോകാതെ ആ നിമിഷങ്ങളിലൊക്കെ എനിക്ക് സദ്ബുദ്ധി തരണേ ദൈവമേ. എനിക്ക് അനാവശ്യമായിരിക്കുന്ന കുമാർഗത്തിലൂടെ നടക്കാൻ തോന്നരുത്. എൻ്റെ ആത്മസുഖം തേടിയുള്ള യാത്ര പരിപൂർണമായും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണേ. അധർമ്മത്തിലൂടെ ഇത്തിരി സമയം പോലും എന്നെ നടത്തിക്കരുത്. ഹിന്ദുരക്ഷാ